മുക്കം നഗരസഭയുടെ പദ്ധതി വീതം വെട്ടിക്കുറച്ച നടപടിക്കെതിരെ പ്രതിഷേധവുമായി നഗരസഭാ ഭരണസമിതി. തുക അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഭരണസമിതി പ്രമേയം പാസാക്കി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മലയോര മേഖലയായ മുക്കം നഗരസഭയുടെ 2026-2027 വർഷത്തെ പദ്ധതി വീതം വൻതോതിൽ വെട്ടിക്കുറച്ച സർക്കാർ നടപടിക്കെതിരെയാണ് മുക്കം നഗരസഭ ഭരണസമിതി യോഗം പ്രമേയം പാസാക്കിയത്. നേരത്തെ അനുവദിച്ച തുക അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്ന് പ്രമേയത്തിലൂടെ ഭരണസമിതി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. 2015 രൂപീകൃതമായ മുക്കം നഗരസഭയിലെ ഭൂരിഭാഗം ജനങ്ങളും കർഷകരും കർഷക തൊഴിലാളികളുമാണ്. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ തനത് വരുമാനമുള്ള നഗരസഭകളിലൊന്നായ മുക്കത്തിൻ്റെ കാർഷിക വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമായും സർക്കാർ നൽകുന്ന സാധാരണ വിഹിതത്തെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. 2026-2027 വാർഷിക പദ്ധതിക്കായി നഗരസഭയ്ക്ക് ആദ്യഘട്ടത്തിൽ 5,50,78,000 രൂപ സാധാരണ വിഹിതമായും 2,78,00,000 രൂപ പട്ടികജാതി വിഹിതമായും അനുവദിച്ചിരുന്നു. ഇതനുസരിച്ച് വാർഡ് സഭകൾ, വികസന സെമിനാർ, ആസൂത്രണ സമിതി എന്നിവ ചട്ടപ്രകാരം ചേരുകയും ജില്ലാ പ്ലാനിംഗ് സമിതിയുടെ അംഗീകാരത്തോടെ പദ്ധതി പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. 34 ഡിവിഷനുകളിലും വാർഡ് സഭകൾ പൂർത്തിയാക്കി ഗുണഭോക്തൃ പട്ടികയും അംഗീകരിച്ചിരുന്നതാണ്. എന്നാൽ പുതുക്കിയ ബജറ്റ് പ്രകാരം നഗരസഭയുടെ സാധാരണ വിഹിതം 5,50,78,000 രൂപയിൽ നിന്നും 1,63,89,926 രൂപയായും പട്ടികജാതി വിഹിതം 2,78,00,000 രൂപയിൽ നിന്നും 2,36,70,374 രൂപയായും കുറച്ചിരിക്കുകയാണ്. നഗരസഭയുടെ ചരിത്രത്തിൽ കഴിഞ്ഞ 16 വർഷത്തിനിടയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഫണ്ട് വെട്ടിക്കുറയ്ക്കലാണിത്. മൺസൂൺ കാലത്തെ കാർഷിക വൃത്തികൾ സജീവമാവുന്ന ഈ ഘട്ടത്തിൽ ഫണ്ട് വെട്ടിക്കുറച്ചത് കാർഷിക, മൃഗസംരക്ഷണ, ആരോഗ്യ, പശ്ചാത്തല, വികസന മേഖലകളെ പൂർണ്ണമായി തകർക്കുന്ന നടപടിയാണെന്ന് നഗരസഭാധികൃതർ പറഞ്ഞു. വിലക്കയറ്റം മൂലം ദുരിതമനുഭവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെ ഇത് വലിയ പ്രതിസന്ധിയിലാക്കും. ഈ സാഹചര്യത്തിൽ മലയോര മേഖലയിലെ ജനങ്ങളോടുള്ള അവഗണന അവസാനിപ്പിച്ച് മുക്കം നഗരസഭയ്ക്ക് നേരത്തെ സാധാരണ വിഹിതമായി അനുവദിച്ച 5,50,78,000 രൂപയും പട്ടികജാതി വിഹിതമായി അനുവദിച്ച 2,78,00,000 രൂപയും അടിയന്തരമായി പുനഃസ്ഥാപിച്ച് നൽകണമെന്ന് ഭരണസമിതി പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, മുക്കം.